ഇന്ന് നമുക്ക് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു സ്നാക്ക് തയ്യാറാക്കാം. കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് ഇത് ഉണ്ടാക്കി കൊടുക്കാന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിനെ കുറച്ച് ഉപ്പ്, മഞ്ഞൾ, കുരുമുളക് പൊടി, വളരെ കുറച്ച് വെള്ളവും ചേർത്ത് വേവിച്ചെടുത്തതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിലേക്ക് വെള്ളം ചേർക്കുന്ന സമയത്ത് വളരെ കുറച്ച് ചേർത്തിട്ട് ആ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അഥവാ ഒരുപാട് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചിക്കൻ സ്റ്റോക്കായിട്ട് അത് മറിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ചിക്കനിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം കുറച്ച് ചിക്കൻ സ്റ്റോക്ക് ബാക്കി ഉണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ചേർക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ കയ്യിൽ വെച്ച് ഉരുട്ടി ചെറിയ ബോളാക്കി എടുക്കാം. ഇതിൻ്റെ ഒരു വലിപ്പം നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. ചെറുതോ വലുതോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ആക്കി എടുക്കാം. ഞാൻ ഈ ഒരു വലിപ്പത്തിൽ ബോളാക്കി എടുത്തിട്ടുണ്ട്. മുഴുവൻ മസാല നമുക്ക് ഇതുപോലെ ബോൾസാക്കി എടുക്കാം. ഇനി ഒരു മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരു ഫോർക്ക് വെച്ച് ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ മുട്ട നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് മൈദ അതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസ് എന്നിവ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരു ബോൾ എടുത്ത് ഈ ഒരു മൈദയിലിട്ടൊന്ന് റോൾ ചെയ്തതിന് ശേഷം മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ മസാല കുറച്ച് ലൂസായിട്ടാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോട്ട് ചെയ്യുന്ന സമയത്ത് 2 തവണ കോട്ട് ചെയ്യണം. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകില്ല. മസാല നല്ല ടൈറ്റാണെങ്കിൽ ഒറ്റ പ്രാവശ്യം കോട്ട് ചെയ്താൽ മതി. ഇപ്പം എൻ്റെ മസാല നല്ല ടൈറ്റായിട്ടാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തവണ മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തതിന് ശേഷം വീണ്ടും മുട്ടയിലേക്കിട്ട് ഒന്ന് മുക്കിയതിന് ശേഷം വീണ്ടും ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവൻ ബോൾസും ഞാൻ ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഫ്രൈ ചെയ്യുമ്പോൾ എല്ലാം ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്യണം. കാരണം നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ ബ്രെഡ് ക്രംസ് വന്നിട്ട് നമ്മുടെ ഈ ഒരു എണ്ണ കളർ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ എല്ലാം ഒരേ കളറിൽ കിട്ടും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഒരു പാൻ വെച്ച് പാൻ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മുഴുവനും ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ ഉൾഭാഗം ഒരുപാട് കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ വെറുതെ ഇതിങ്ങനെ തിരിച്ചിട്ട് കളിക്കരുത്. അങ്ങനെയാകുമ്പോൾ ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അടിഭാഗം നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം മാത്രം ഇതിനെ തിരിച്ചിടാം.
എന്നിട്ട് ആ മുകൾ ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത്രേ പാടുള്ളൂ. വെറുതെ നമ്മളിങ്ങനെ തിരിച്ചിട്ട് കളിക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ മുഴുവനും ഫ്രൈ ആയി നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായും ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.